ഹലോ! ഇന്നൊരു വിൻ്റർ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ വിൻ്റർ ഫുഡിനും പറയുന്ന പേരാണ് സിംനിറ്റ്സ. അതിപ്പം ഏത് തരത്തിലായിക്കോട്ടെ, എന്ത് വെജിറ്റബിൾസ് വെച്ചിട്ടാണെങ്കിലും സിംനിറ്റ്സ എന്ന് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് കേട്ടോ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റഷ്യൻ സാലഡ്. ഇവിടെ പറയാം റുസ്യൻ സലാട്ട എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിനെടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കോളിഫ്ലവറും ക്യാബേജും ക്യാരറ്റും പിന്നെ പെപ്പേഴ്സുമാണ്. അപ്പം ആദ്യം തന്നെ എല്ലാ വെജിറ്റബിൾസിനെയും ഇങ്ങനെ കട്ട് ചെയ്ത് കുഞ്ഞാക്കിയിട്ട് ഒരു വലിയ പാത്രത്തിലിടുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ആൾക്കാർ ചോദിക്കും ഇതിനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന്. പിന്നെ നമ്മളെ കാലാവസ്ഥയ്ക്ക് ഒട്ടും അനുയോജ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതുണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് കാണുമ്പം അച്ചാറിടുന്ന പോലെയോ ഉപ്പിലിടുന്ന പോലെയൊക്കെ തോന്നാം കേട്ടോ. ഇനി അതിൻ്റെ ലിക്വിഡിന് വേണ്ടി കുറച്ച് സുർക്കയാണ് എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ സുർക്കയിലോട്ടാണ് നമ്മൾ ഉപ്പും മധുരവും ചേർക്കുന്നുണ്ട്. മധുരം ചേർക്കുന്ന വീഡിയോ ഞാനിവിടെ എടുക്കാൻ വിട്ടുപോയി. ഇതൊക്കെ അളന്നിട്ടാണ് കേട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ എന്തായാലും ഇത് ഉണ്ടാക്കിയാൽ കഴിക്കുമെന്ന് എനിക്ക് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രോപ്പർ മെഷർമെൻറ്റ്സ് പറയാത്തത്. പിന്നെ ഒരു 350 ml സൺഫ്ലവർ ഓയിലും കൂടെ അതിലോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എനിക്കിതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് എന്തോ ഒരു ലിക്വിഡാണ്. പക്ഷെ കഴിക്കുമ്പോൾ മനസ്സിലാവും ഇത് ഇവിടുത്തെ ട്രഡീഷണൽ രീതിയാണ്. അതിലോട്ട് പെപ്പർ, മസാലകളൊന്നും ഇല്ലാതെ ആദ്യമായിട്ടായിരിക്കില്ലേ ഒരു ഫുഡ് ഐറ്റത്തിലൂടെ പെപ്പർ ഇടുന്ന കാണുന്നുണ്ടാവുക. ഇവിടെ പെപ്പറാണ് കേട്ടോ കോമൺ ആയിട്ടുള്ള സ്പൈസ് ഫാക്ടർ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ്. 2 പാക്കറ്റ് പെപ്പർ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ബേ ലീവ്സും, അത് ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അഭിപ്രായം മറ്റൊരു വീഡിയോയിലും പറയാം കേട്ടോ. ഇത് ആക്ച്വലി ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വിൻ്റർ വരെ, അതായത് അടുത്ത വർഷം ഒരു മാർച്ചൊക്കെ വരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ലിക്വിഡിനെ കുറച്ച് നന്നായിട്ട് ഇങ്ങനെ ബോയിൽ ചെയ്ത്, ഓവർ ബോയിലിംഗ് ഇല്ല, അത്യാവശ്യം ഒന്ന് തള വരുന്നതിന് മുന്നേ റിമൂവ് ചെയ്തിട്ട് ആ ഒരു ലിക്വിഡിനെ ഈ ഒരു കട്ട് ചെയ്ത വെജിറ്റബിൾസിൻ്റെ മേലേക്ക് ഒഴിച്ച് നല്ല ടൈറ്റായിട്ട് നമ്മൾ കവർ ചെയ്ത് വെക്കണം കേട്ടോ. ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ട് ഇതിവിടെ ഇങ്ങനെ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം തോന്നും. എന്നിട്ട് നല്ലൊരു വലിയ ടവൽ എടുത്തിട്ട് അതിൻ്റെ മേലെ റാപ്പ് ചെയ്യുക. നമ്മൾ തമ്മിടുന്നൊക്കെ പോലെ തോന്നുമല്ലേ. എന്നിട്ട് മൂടി അടച്ച് വെക്കാം. നാളെ രാവിലെ ഇത് ബോട്ടിൽ ചെയ്യുന്ന വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ടാറ്റാ.